ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് നന്ദി പറയാം. ഈ പുതുവർഷ ദിനങ്ങളിൽ സ്വർഗം നമുക്ക് സമ്മാനിച്ച ശുശ്രൂഷയാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിക്കുകയായിരുന്നു. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ എൻ്റെ ജനത്തോട് എൻ്റെ വിശ്വസ്തത പ്രഘോഷിക്കുക, ഞാൻ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് മാറ്റമില്ലാതെ നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളേവരെയും ഈ ശുശ്രൂഷകളിലേക്ക് ഈശോയുടെ നാമത്തിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും വിവിധ ദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. രണ്ടാം ദിനത്തിലെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ആത്മാവ് ആദ്യ വചനമായി നമുക്ക് നൽകുന്നത് 71 സങ്കീർത്തനം 22 തിരുവചനമാണ്. കർത്താവിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: എൻ്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങേ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. എത്ര മനോഹരമായ വചനമാണ്! സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ വിശ്വസ്തതയെ പരസ്യമായി ഏറ്റുപറയുകയാണ്. എൻ്റെ കർത്താവേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും. കർത്താവിൻ്റെ വിശ്വസ്തത നിമിത്തമാണ് നമ്മൾ ഇന്ന് ഇവിടം വരെ ആയിരിക്കുന്നത്. നമ്മുടെ വളർച്ചയുടെ പുറകിൽ, നമ്മുടെ ഉയർച്ചയുടെ പുറകിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളുടെയും പുറകിൽ നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. ദൈവമേ, അവിടുത്തെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ച് കിന്നരമീട്ടി അവിടുത്തെ സ്തുതിക്കും. സങ്കീർത്തകനോട് ചേർന്ന് ഈ സമയം കർത്താവിൻ്റെ വിശ്വസ്തതയെ നമ്മൾ പാടി പുകഴ്ത്തുകയാണ്. എല്ലാം മറന്ന് കർത്താവ് വിശ്വസ്തനാണ്. തൻ്റെ വചനങ്ങളോട് പൂർണ്ണമായും വിശ്വസ്തത പുലർത്തുന്നവനാണ്. തൻ്റെ ജനത്തോട് കർത്താവ് വിശ്വസ്തനാണ്. താൻ തെരഞ്ഞെടുത്തവരോട് കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എല്ലാം മറന്ന് നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 18-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു പ്രവചന വചനമാണ്. എന്താണ് വചനം പറയുന്നത്? എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ മാരി ലോകം മുഴുവനിലേക്ക് കർത്താവ് പകരുന്ന കൃപയുടെ സമയമാണിത്, കൃപയുടെ ദിനങ്ങളാണിത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: എല്ലാ നേരവും എല്ലാ കാലവും പരിശുദ്ധാത്മ വർഷമുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ മാരിയിൽ കർത്താവ് തന്റെ ജനത്തെ നിറയ്ക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ദൈവം അതിനനുവദിക്കുന്ന സമയമുണ്ട്. ആ സമയം തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദാസന്മാരുടെ മേൽ ഞാൻ എൻ്റെ റൂഹായെ വർഷിക്കും, അവരെല്ലാവരും പ്രവചിക്കും, ദൈവത്തിന് വേണ്ടി സംസാരിക്കും, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും, അവരെവിടെയും കർത്താവിനെ മഹത്വപ്പെടുത്തും.
ഏത് കാലത്തും ഏത് നേരത്തും കർത്താവിനെ ഉയർത്തുന്നവരായി അവരെല്ലാം മാറ്റപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ പ്രോമിസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ മക്കളിലേക്ക് നമുക്കത് ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്കും സമർപ്പിത സമൂഹങ്ങളിലേക്കും ഈ വചനത്തിൻ്റെ കൃപ ഏറ്റെടുത്ത് ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇത് കൃപയുടെ സമയമാണ്. പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ റൂഹ ഇടപെടുന്ന സമയമാണ്. കർത്താവിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സമയമാണ്. നമ്മെ സന്ദർശിക്കുന്ന സമയമാണ്. ഓ കർത്താവേ, അവിടുത്തെ വിശ്വസ്തതയാണല്ലോ ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും ആധാരം കർത്താവേ അവിടുത്തെ വിശ്വസ്തതയാണല്ലോ. അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞങ്ങൾ അങ്ങയെ പാടി പുകഴ്ത്തും, ഞങ്ങൾ അങ്ങയെ ആരാധിക്കും, മനം തുറന്ന് അങ്ങയെ മഹത്വപ്പെടുത്തും. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, അതരങ്ങൾ തുറക്കപ്പെടട്ടെ. ഒന്നു ചേർത്തൊരു മനസ്സോടെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ, വിശ്വസ്തനായ കർത്താവേ, ഞങ്ങളുടെ രാജാവേ, രാജാവേ, സർവാധിപനെ, സർവശക്തനെ, ഈശോയെ, ആരാധന ആരാധന. മഹത്വപ്പെടുത്തി എല്ലാം മറന്ന് എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല. സർവശക്തി ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ, ഈശോ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭവനങ്ങളിലായിരിക്കുന്നവർ, സമൂഹങ്ങളിലായിരിക്കുന്നവർ, യാത്രയിലായിരിക്കുന്നവർ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ ആയിരുന്നു കർത്താവിന് ഉച്ചത്തിൽ വിളിക്കുക, സ്നേഹത്തോടെ വിളിക്കുക, കർത്താവിന്റെ നാമം വിളിക്കുക. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കിന്നരം വീട്ടി, വീണ വീട്ടി ഞങ്ങൾ കർത്താവിനെ പാടി പുകഴ്ത്തു. ഈ വചനത്തിന്റെ കൃപ ഏറ്റെടുത്ത് കരഘോഷത്തോടെ കരമടിച്ച്, ആത്മാവിൽ നിറഞ്ഞ് കരമടിച്ച് ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഈശോയേ, ആമേൻ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. ഉറപ്പോടെ പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് വിശ്വസ്തനായ ദൈവമാണ്. തന്റെ വചനങ്ങൾ അങ്ങ് വിശ്വസ്തനാണ്. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ നമ്മുടെ കർത്താവ് വാക്കുമാറുകയില്ല. തന്റെ വചനങ്ങളുടെ വിശ്വസ്തനാണ് കർത്താവ്. ആ ഉറപ്പോടെ കരമുയർത്തി വിളിച്ച് ഈശോയെ, എല്ലാം മറന്ന് വിളിച്ച്, വിശ്വസിച്ച് വിളിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, റൂഹായെ വർഷിക്കണമേ, വാഗ്ദത്തങ്ങളാൽ നിറയ്ക്കണമേ, വചന ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ, വചനമയച്ച് ശക്തീകരിക്കണമേ. ഈശോ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരുവശങ്ങളിലേക്ക് കരങ്ങളടി ചാടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ രാജാവിനെ, നമ്മുടെ ഏക രാജാവിനെ, നമ്മുടെ ഏക കർത്താവിനെ നമ്മൾ ഒന്നിച്ചു മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാൻ എന്നും വഴി നടക്കും. അബോധ്യത്തോടെ ഏറ്റു പറഞ്ഞേ, ആർക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല. കർത്താവിന്റെ കരം പിടിച്ച് ഞാൻ എന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും.
വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവസാന ശ്വാസം വരെ ഞങ്ങൾ അങ്ങേക്കുള്ളവരാണ്. ഞങ്ങൾ അങ്ങയുടെ സമ്പത്താണ്. എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഈശോ 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 ഈശോ. എല്ലാം മറന്ന് പാടി ആരാധിക്കട്ടെ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും നടക്കും. ഈശോയെ, പവർ പവർ പവർ, ശക്തി പുറപ്പെടട്ടെ. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. കർത്താവിൽ നിന്ന് അതിസ്വാഭാവിക കൃപകൾ പുറപ്പെടട്ടെ. കർത്താവിൽ നിന്ന് അഭിഷേകത്തിന്റെ വചനങ്ങൾ പുറപ്പെടട്ടെ. പ്രവചന വചനങ്ങൾ പുറപ്പെടട്ടെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഉച്ചത്തിൽ ഉച്ചത്തിൽ ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഇരു കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന ഒരു മനസ്സോടെ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനേ, ഞങ്ങളെ ഏക രാജാവേ, ഞങ്ങളെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. കിന്നരമീട്ടി കിന്നരമീട്ടി വാദ്യമേളങ്ങളോടെ വാദ്യഘോഷത്തോടെ കർത്താവിനെ ഞങ്ങളെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ ആത്മാവ് അനേകരെ തൊടുന്നു. പരിശുദ്ധ റൂഹ അനേകം ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. അനേകരിൽ വചനത്തിന്റെ തീ കത്തിക്കുന്നു. അനേകരെ ഉണർത്തുന്നു. അനേകരെ ജ്വലിപ്പിക്കുന്നു. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൃപകൾ കൃപകൾ വെളിപ്പെടട്ടെ. അതിസ്വാഭാവിക കൃപകൾ വെളിപ്പെടട്ടെ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. അതാണ് വിശ്വാസ ജീവിതം. കർത്താവിന്റെ കരം പിടിച്ച് ഈശോയേ ഞാനെന്നും വഴി നടക്കും. പരിശുദ്ധ അമ്മ മാതാവേ, ശൗസേ പിതാവേ, കർത്താവിന്റെ വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് വലതുകരമുയർത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ടിരിക്കാം. കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ, ഈ പുതുവർഷത്തിൽ ഇപ്രകാരം ഒരു ശുശ്രൂഷ കർത്താവ് ഒരുക്കി തന്നത് നാം എല്ലാവരും അവിടുത്തെ പ്രോമീസിൽ വിശ്വസിച്ച് ആ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കി ജീവിക്കുവാനാണ്. ഈ പുതുവർഷത്തിൽ തന്നെ ഇപ്രകാരം ഒരു ശുശ്രൂഷ സ്വർഗം നമുക്കായി ഒരുക്കി തന്നത്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ വചനങ്ങളോട് പൂർണ്ണമായും കർത്താവ് വിശ്വസ്തനാണ്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ ഈശോ. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 13-ാം വചനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ഈ സ്വഭാവം പ്രത്യേകമായി അവിടെ എടുത്തു പറയുകയാണ്. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരിക്കും. നമ്മളിൽ ഒരുപാട് അവിശ്വസ്തതകളുണ്ട്. നമ്മൾ അവിശ്വസ്തരാണെങ്കിലും
നമ്മെ വിളിച്ച കർത്താവ് എപ്പോഴും വിശ്വസ്തനായിരിക്കും. നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ മസിൽ പവറാണ് അല്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ വിശ്വസ്തതയാണ് ദൈവജനത്തിൻ്റെ ശക്തി, ദൈവജനത്തിൻ്റെ പ്രത്യാശ. നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് എപ്പോഴും വിശ്വസ്തനായിരിക്കും. തുടർന്ന് എന്താ വചനം പറയുന്നത്? എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. കർത്താവിന് ഒരിക്കലും തന്റെ സ്വഭാവം മാറ്റാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഒരു സ്വഭാവം, അല്പം കഴിയുമ്പോൾ വേറൊരു സ്വഭാവം, പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മറ്റൊരു സ്വഭാവം. ഇങ്ങനെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് കർത്താവിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. തന്നെ തന്നെ നിഷേധിക്കുവാൻ, തൻ്റെ വിശ്വസ്തതയെ നിഷേധിക്കുവാൻ, ഈ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ കർത്താവിന് സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇതുമാത്രം പ്രത്യാശ തരുന്ന വചനമാണിത്. നമുക്ക് ഒത്തിരി ആനന്ദം നൽകുന്ന കർത്താവിൻ്റെ സ്വഭാവമാണ് അവിടുത്തെ വിശ്വസ്തത. നമ്മൾ ഇന്നലെ വചനത്തിൽ ധ്യാനിച്ചതാണ്. എബ്രായ പുസ്തകം 10-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അവിടെ എന്താ വചനം പ്രഖ്യാപിക്കുന്നത്? നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ വിശുദ്ധ ബൈബിളിൽ ഏകദേശം 8000-ഓളം വാഗ്ദാനങ്ങളാണ് തന്നെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. 8000-ഓളം വാഗ്ദാനങ്ങൾ, വിവിധങ്ങളായ വാഗ്ദാനങ്ങൾ, വിവിധ വിഷയങ്ങളിൽ, വിവിധ തലങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ നമുക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ കർത്താവ് തന്നിരിക്കുകയാണ്. ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് വിശ്വസ്തനായതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ വചനത്തിലുള്ള, കർത്താവിൻ്റെ വിശ്വസ്തതയിലുള്ള, കർത്താവിൻ്റെ പ്രോമീസിലുള്ള നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ ദിനംതോറും നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. നമുക്കതിൽ സ്ഥിരത വേണം. നമ്മൾ അസ്വസ്ഥരാവുകയോ പിറുപിറുക്കുകയോ മുറുമുറുക്കുകയോ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നില്ല, എൻ്റെ സ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ച് നീ ആകുലപ്പെട്ട് വിഷാദിച്ച് നിരാശപ്പെട്ട് നരകിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവളല്ല. ദൈവത്തിന്റെ വചനം ഉറപ്പ് തരികയാണ്, നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ, കർത്താവിന്റെ വചനത്തിലുള്ള നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ ആനന്ദവും സ്ഥിരതയും ഉത്സാഹവും ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. അപ്രകാരം ജീവിക്കുന്നവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും തകർച്ചകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് നടുവിൽ ആനന്ദത്തോടെ ആത്മനിറവോടെ ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ റൂഹ ഉറപ്പ് തരികയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് കരമടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച്. കർത്താവിന്റെ പ്രോമീസിലുള്ള നമ്മുടെ സംശയങ്ങളാണ്, കർത്താവിന്റെ വാഗ്ദാനങ്ങളിലുള്ള നമ്മുടെ അല്പവിശ്വാസവും അവിശ്വാസവുമാണ് നമ്മുടെ നിരാശയ്ക്കും ദുഃഖത്തിനും വിഷാദത്തിനും സങ്കടത്തിനും നമ്മളിന്ന് അനുഭവിക്കുന്ന വിവിധങ്ങളായ നാശങ്ങൾക്കുമുള്ള പ്രധാന കാരണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രോമീസ്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ ആരിലാണ് പ്രവർത്തിക്കുന്നത്? ആരിലാണ് ഈ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടുന്നത്? ആരിലാണ് ഈ പ്രോമീസുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്?
ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-ാം വചനം. ആ വചനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് സ്ക്രീനിലോട്ട് നോക്കി എല്ലാവരും ഒരുമിച്ച് ആ വചനം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 8:31 എന്താണ് വചനം പറയുന്നത്? തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. എല്ലാവരും വചനം ശ്രദ്ധിച്ച്. കർത്താവ് ആരോടാ സംസാരിച്ചത്? അവരോട് ഇവരോടുമല്ല പ്രിയപ്പെട്ടവരെ. വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. യേശു സംസാരിച്ചത് തന്നിൽ വിശ്വസിച്ചവരോടാണ്. തന്നിൽ വിശ്വസിച്ചവരോടാണ്. കർത്താവ് യേശുവിൽ വിശ്വസിച്ച, തന്റെ വാക്കുകളിൽ വിശ്വസിച്ചവരോട് യേശു സംസാരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ആരിലാണ് കർത്താവിന്റെ പ്രോമിസുകൾ നിറവേറപ്പെടുന്നത്? ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവരിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത വളരെ പരമപ്രധാനമായ പുണ്യമാണ് വിശ്വാസം. കർത്താവിന് അറിയാവുന്ന ഭാഷ വിശ്വാസത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ട് നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് ഒരു നന്മയും സ്വീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും പ്രധാനപ്പെട്ടതാണ് വിശ്വാസം. അതുകൊണ്ട് വചനം പറയുന്നത് തന്നിൽ വിശ്വസിച്ചവരോടാണ് യേശു സംസാരിച്ചത്. അപ്പൊ തന്നിൽ വിശ്വസിക്കുന്ന, തന്റെ വചനങ്ങളിൽ, തന്റെ പ്രോമിസുകളിൽ വിശ്വസിക്കുന്നവരിലാണ് ഈ വാഗ്ദാനങ്ങൾ വെളിപ്പെടുന്നത്, ഈ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടുന്നത്, ഈ വാഗ്ദത്തങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അത് മനസ്സിലാക്കണം. നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തുകൊണ്ട് പറഞ്ഞ് വിശ്വാസത്തിന് വലിയ ശക്തിയാണ്. പറഞ്ഞ് ഒരുമിച്ച് പറഞ്ഞ് വിശ്വാസത്തിന് വലിയ ശക്തിയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുക. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ ലേഖനം, തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനമാണ്. 2-ാം അധ്യായം 13-ാം വചനത്തിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രമിച്ച ദൈവത്തിന്റെ വചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന. കണ്ടോ, ആരിലാണ് വചനം പ്രവർത്തിക്കുന്നത്? വിശ്വസിക്കുന്നവരിലാണ്. വചനത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്, അവിശ്വാസികളിലല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ സംശയിക്കുന്നവരിലല്ല, വചനത്തെ അവഗണിക്കുന്നവരിലല്ല, ദൈവവചനത്തെ ചവിട്ടിക്കളയുന്നവരിലല്ല. വളരെ കൃത്യമായി ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ച്, ആരിലാണ് വചനം പ്രവർത്തിക്കുന്നത്? വിശ്വസിക്കുന്നവരിൽ. എടുത്തെടുത്ത് ആവർത്തിച്ച് വചനം പ്രഖ്യാപിക്കുക. വിശ്വസിക്കുന്നവരിൽ വചനം പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവരിൽ കർത്താവിന്റെ ഓരോ പ്രോമിസും നിറവേറപ്പെടുന്നു, യാഥാർത്ഥ്യമാകുന്നു, ഫുൾഫിൽ ചെയ്യപ്പെടുന്നു. വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ പ്രോമിസ് നമ്മൾ കേട്ടാൽ പോരാ. ഇത്രമാത്രം പ്രോമിസുകൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, അതിൽ പൂർണ്ണമായും വിശ്വസിക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ അതിനെതിരായിരിക്കാം, അതങ്ങനെ തന്നെയായിരിക്കും മിക്കപ്പോഴും. സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, എന്തുമാത്രം പ്രതികൂലങ്ങൾ നിറഞ്ഞതാണെങ്കിലും, അതിന് നടുവിൽ ഉറപ്പോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പ്രോമിസ് നമ്മൾ ഏറ്റുപറയുക, നമ്മൾ പ്രഖ്യാപിക്കുക. ആ വചനങ്ങൾ, ആ പ്രോമിസുകൾ നമ്മിൽ നിറവേറപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് യേശു പറഞ്ഞത്, നമ്മൾ അസ്വസ്ഥരാകേണ്ട. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരവും വേദനയും തരികയായിരുന്നു. കാരണം ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് കണ്ണുനീരിലാണ്, നിരാശയിലാണ്, കഷ്ടതയിലും ദുരിതത്തിലും, അതുപോലെ വിവിധങ്ങളായ ദുരന്തങ്ങൾ മൂലം നട്ടം തിരിയുന്ന നൂറുകൾ, ആയിരങ്ങളല്ല, 10,000 നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്.
കർത്താവിന് നമ്മോട് മനസ്സലിവുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പ്രചോദിപ്പിച്ച് എന്റെ ജനത്തോട് പറയുക, അവർ വിഷാദിക്കേണ്ട, നിരാശപ്പെടേണ്ട. എന്തുമാത്രം പ്രശ്നങ്ങൾ കലങ്ങി മറിഞ്ഞാലും, എന്തുമാത്രം പ്രതികൂലങ്ങളുടെ കാറ്റുകൾ അവരെ ആഞ്ഞടിച്ചാലും, എൻ്റെ വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തതാണ്, എൻ്റെ വിശ്വസ്തത മാറാത്തതാണ്. എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ, അവരെ പരിപാലിക്കുവാൻ, ഏത് സാഹചര്യത്തിലും അവരെ സംരക്ഷിക്കുവാൻ, അവരെ വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ് ഞാൻ. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ വചനമാണ്. എന്റെ സഹോദരങ്ങളെ, അതിനാൽ സാഹചര്യങ്ങളെ നോക്കി, എൻ്റെ കുടുംബം ഈ അവസ്ഥയിലാണല്ലോ, എൻ്റെ മക്കള് ഈ രീതിയിലാണല്ലോ, സമാധാനത്തിന് ഒരു നന്മ പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ കർത്താവേ, ഒന്ന് ആനന്ദിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ, എൻ്റെ ഗതി ഇതുപോലെ ആയല്ലോ, ഇതെൻ്റെ വിധിയാണല്ലോ, എൻ്റെ ജീവിതം ഈ വിധം തകർന്നു പോയല്ലോ എന്നോർത്ത് ആരും ആകുലപ്പെടണ്ട. ഇതിന്റെ നടുവിൽ എന്താ കർത്താവ് നമ്മോട് പറയുന്ന പ്രോമിസ്? മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. അവിടെ കർത്താവിന്റെ ആത്മാവ് എന്താ പറയുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 5:36, 26 അല്ല, 5-ാം അധ്യായം 36-ാം വചനത്തിൽ, അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും ജീവിക്കുന്ന കർത്താവ് സംസാരിക്കുക. എന്താ കർത്താവ് പറയുന്നത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാവരും ഉറപ്പോടെ വചനം ഏറ്റു പറഞ്ഞേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരല്പം കൂടി സ്വരത്തിൽ സ്നേഹത്തോടെ പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആകുലപ്പെടുന്ന, നിരാശപ്പെടുന്ന, സങ്കടത്തിലായിരിക്കുന്ന, വിവിധങ്ങളായ തകർച്ചകൾ മൂലം നട്ടം തിരിയുന്ന, പ്രത്യാശിക്കാൻ യാതൊരു വകയുമില്ലാത്ത നമ്മോട് കർത്താവ് പറയുക, ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട, നീ സംശയിക്കേണ്ട, നീ വിഷാദിക്കേണ്ട, നീ നിരാശപ്പെടേണ്ട, നീ വിശ്വസിക്കുക. ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം, ഞാൻ ഇടപെട്ടുകൊള്ളാം, ഞാൻ വാതിലുകൾ തുറന്നുകൊള്ളാം. നീ വിശ്വസിക്കുക, യു ബിലീവ്, നീ വിശ്വസിക്കുക, ബാക്കി ഞാനാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. വിശുദ്ധരെ കർത്താവിന്റെ ഈ പ്രോമിസിൽ വിശ്വസിച്ച് ജീവിച്ചവരാണ്. അവർ ഈ ഭൗതികമായ നന്മകൾ മാത്രമല്ല, കർത്താവിന്റെ ഏറ്റവും വലിയ പ്രോമിസ് എന്താണ്? നിത്യജീവനാണ്. നിത്യജീവനാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. ഇങ്ങനെ ആയിരക്കണക്കിന്, ഏകദേശം 8,000-ഓളം പ്രോമിസുകളാണ് തൻ്റെ വചനങ്ങളിലൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. കരമടിച്ച് ഈശോയ്ക്ക് മാത്രം കൊടുത്ത് നല്ലൊരു തീപ്പൊരി കൈയടി, നല്ലൊരു കൈയടി കർത്താവിന് കൊടുത്ത് കർത്താവെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവെച്ചു നമ്മുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച്. എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ ഏകമകൻ ഇസഹാക്കിനെ കർത്താവ് തനിക്കായി ദഹനബലി അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ സംശയിക്കാതെ, അവിശ്വസിക്കാതെ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ എന്തുകൊണ്ട് അബ്രഹാമിന് കഴിഞ്ഞത്? ഹെബ്രായ പുസ്തകം 11-ാം അധ്യായം 17-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. എല്ലാവരും പറഞ്ഞേ, വിശ്വാസം മൂലം. പറഞ്ഞേ, വിശ്വാസം മൂലം. ഒന്നുകൂടി പറഞ്ഞേ, വിശ്വാസം മൂലം. വിശ്വാസം മൂലം താൻ തന്റെ ഏകമകനായ ഇസഹാക്കിനെ ദഹനബലിയായി അർപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ നോ പറയാതെ, സംശയിക്കാതെ അനുസരിക്കുവാൻ എന്തുകൊണ്ട് അബ്രഹാമിനെ കഴിഞ്ഞത്? അതിന്റെ കാരണം കർത്താവിന്റെ പ്രോമിസിലുള്ള അബ്രഹാമിന്റെ വിശ്വാസമായിരുന്നു ഇത്രയും വലിയൊരു അനുസരണത്തിന് അബ്രഹാം മുതിരുവാനുള്ള കാരണം. കർത്താവ് മാറ്റമില്ലാത്തവൻ. നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചില്ലേ? എന്താ പാടിയത്? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ?
ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല, നമ്മുടെ കർത്താവ് മാറുകില്ല. ഈ പൂർണ്ണമായ വിശ്വാസം അബ്രഹാം പിതാവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതിനാൽ ഒരു മടിയും കൂടാതെ, ഒരു സങ്കോചം കൂടാതെ കർത്താവിന്റെ വാക്കുകളെ അബ്രഹാം പിതാവ് അനുസരിക്കുകയാണ്. ആ പ്രോമിസ് എന്തായിരുന്നു? ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 18-ാം വചനത്തിൽ ആ പ്രോമിസ് കാണാം. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഇതുപോലെ അനേകം വാഗ്ദാനങ്ങൾ, പ്രോമിസുകൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ച് ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, നമ്മുടേതാക്കി മാറ്റാൻ പറ്റുന്നില്ല, നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല, അത് പ്രാപിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പരാജയം. ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ലോകത്തിലെ ജനതകളെല്ലാം ഈ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. നിന്റെ സന്തതിയിലൂടെ ഞാൻ എല്ലാ വംശങ്ങളെയും ജനതകളെയും അനുഗ്രഹിക്കുമെന്നുള്ള കർത്താവിന്റെ പ്രോമിസിൽ അബ്രഹാം ഉറപ്പോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞത്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം പ്രോമിസ് കിടപ്പുണ്ട്. കർത്താവ് വിശ്വസ്തനാണ് തൻ്റെ വാഗ്ദാനങ്ങളോട്, തൻ്റെ വചനങ്ങളോട്. കർത്താവ് വിശ്വസ്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. എൻ്റെ സഹോദരങ്ങൾ, ഇത് കോൺക്രീറ്റിനേക്കാൾ വലിയ ഉറപ്പോടെ നമ്മുടെ ചങ്കിൻ്റെ അകത്തങ്ങ് ഉറയ്ക്കണം. എന്താണ് ഉറയ്ക്കേണ്ടത്? തൻ്റെ വാഗ്ദാനങ്ങളിൽ, തൻ്റെ വചനങ്ങളിൽ കർത്താവ് പൂർണ്ണമായും വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തുമാത്രം പ്രോമിസുകളാണ്. എൻ്റെ സുവിശേഷ വേല, ഞാൻ 15-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്കായി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഇപ്പോഴും ഒത്തിരിയേറെ ഞെരുക്കവും സങ്കടങ്ങളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരിക്കലും നമ്മൾ ആകുലപ്പെട്ട് പിന്മാറിപ്പോകണ്ട. കർത്താവിൻ്റെ പ്രോമിസാണ്. താൻ വിളിച്ചവരോട്, താൻ തെരഞ്ഞെടുത്തവരോട്, ആരെല്ലാം തന്നെ ആശ്രയിക്കുന്നുവോ, തൻ്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ശരണപ്പെടുന്നുവോ അവർക്കുള്ള കർത്താവിൻ്റെ പ്രോമിസ് എന്താണ്? 34-ാം സങ്കീർത്തനം 10-ാമത്തെ വചനം. ഈ 2023 പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ സ്വർഗം ഈ പ്രോമിസ് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൽ നമ്മൾ ചങ്കുറപ്പിക്കണം. ഈ വചനത്തിന്റെ പവർ നമ്മൾ ഏറ്റെടുക്കണം. ഈ വചനത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് നമ്മൾ ദിനംതോറും മുന്നോട്ട് പോകണം. എന്താ വചനം പഠിപ്പിക്കുന്നത്? സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക്, അവിടുത്തെ വിശ്വസ്തതയിൽ ശരണപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. നമുക്കറിയാം, കാട്ടിലെ രാജാവാണ് സിംഹം. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സിംഹത്തിന്റെ കുട്ടികൾക്ക് ഇരകിട്ടാതെ വരുന്നൊരു കാലമില്ല. കാരണം ശക്തനായ മൃഗമാണ് സിംഹം. അതുകൊണ്ട് സിംഹത്തിന്റെ കുട്ടികൾക്ക് എല്ലാ കാലവും സുഭിക്ഷമായ ആഹാരം കിട്ടും. ഇനി അവർക്ക് സിംഹക്കുട്ടികൾക്ക് ആഹാരം കിട്ടാത്ത വിധം ഒരു കടുത്ത ക്ഷാമം, അത്രയും കഠിനമായ കഠോരമായ ക്ഷാമം വന്നാലും കർത്താവ് പറയാ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും എന്നെ അന്വേഷിക്കുന്ന, എന്നെ ആശ്രയിക്കുന്ന, എൻ്റെ വിശ്വാസത്തിൽ ശരണപ്പെടുന്നവർക്ക് ഒരു കുറവും വരുത്താതെ അവരെ പോറ്റി പുലർത്തുവാൻ, അവരെ പരിപാലിക്കുവാൻ ശക്തനായവനാണ് ഞാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പ്രോമിസിൽ വിശ്വസിക്കാൻ പറ്റും? സുവിശേഷ വേല ചെയ്യുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തെ പ്രതി ഈ ലോകത്തിൽ അപകരമായിരുന്ന പലതും വിട്ടെറിഞ്ഞുകൊണ്ട് കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കി ജീവിതം സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന
എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകുലപ്പെടേണ്ട. ഞെരുക്കമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ ഇതിൻ്റെ നടുവിലും ഒന്നിനും കുറവില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുടുംബത്തിന് ഒന്നിനും കുറവില്ലാതെ അവർക്ക് ആവശ്യമായ ഫീസ്, അവർക്ക് ആവശ്യമായ ആഹാരം, അവർക്ക് ആവശ്യമായ വസ്ത്രം, നമ്മുടെ കുടുംബത്തിന് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ, ആവശ്യങ്ങൾ, ഇതെല്ലാം നിറവേറ്റുവാൻ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഇന്നും കഴിയുമെന്ന് നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കണം. എന്തുകൊണ്ട് വിശ്വസിക്കണം എന്ന് പറയുന്നത്? സംഖ്യയുടെ പുസ്തകം 23:19 വചനം പറയാ. സംഖ്യയുടെ പുസ്തകം 23:19 എന്താ പറയുന്നത്? വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. ദൈവം മനുഷ്യനല്ല. കണ്ടോ, കള്ളം പറയില്ല. എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല എന്ന് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കർത്താവ് ശക്തനാണ്. എന്തുമാത്രം അനുഭവങ്ങളുണ്ട്, അതൊക്കെ പറയാൻ പോയാൽ നമ്മുടെ സമയം തീർന്നു പോകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുമാത്രം അനുഭവങ്ങൾ ഈ വചനത്തോട്, ഈ വാഗ്ദാനത്തോട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുണ്ട് സഹോദരങ്ങളെ. എന്തുമാത്രം അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. 31 വർഷമായി കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകാൻ തുടങ്ങിയിട്ട് കർത്താവിൻ്റെ കാരുണ്യമാണിത്. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം അത്ഭുതകരമായ കർത്താവ് പരിപാലിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ കർത്താവ് കരുതുകയാണ്. ക്ഷാമമുണ്ട്, ഞെരുക്കമുണ്ട്, കഷ്ടപ്പാടുണ്ട്, കണ്ണുനീരുണ്ട്. അതിൻ്റെ നടുവിലും കർത്താവ് പരിപാലിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്കൊരു അത്ഭുതകരമായി തീരുമാറ് കർത്താവിൻ്റെ പരിപാലന വെളിപ്പെടുകയാണ്. എന്താ കാര്യം? വ്യാജം പറയാൻ, കള്ളം പറയാൻ നമ്മെ പോലെ കർത്താവ് മനുഷ്യനല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. Man is man, God is God. മനുഷ്യൻ എപ്പോഴും മനുഷ്യനാണ്, ദൈവം ദൈവമാണ്. അതാണ് എൻ്റെ വ്യത്യാസം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 സംശയിക്കേണ്ട, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, 31 വർഷമായി. എനിക്ക് മാത്രമല്ല, ഈ ഉറപ്പുള്ള അനേകർ ഇന്ന് കർത്താവിൻ്റെ വേലയിലുണ്ട്, കർത്താവിൻ്റെ സഭയിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അവർ വിവിധങ്ങളായ ജോലികളും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ബോധ്യവും ഈ വെളിപാടും കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാണ് അവര്. എന്താണത്? 37-ാം സങ്കീർത്തനം 25-ാമത്തെ വചനം. അതുകൊണ്ട് പരാതികൾ വേണ്ട സഹോദരങ്ങളെ, പരിഭവങ്ങൾ വേണ്ട. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ അധികാരികൾ എന്നെ കരുതുന്നില്ലല്ലോ, എൻ്റെ ബന്ധുമിത്രങ്ങൾക്ക് എന്നെ കുറച്ച് പണം തന്ന് സാമ്പത്തികമായി സഹായം തന്ന് എന്നെ സഹായിച്ചുകൂടെ? ശുശ്രൂഷകരെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ പ്രവർത്തിക്കുന്ന ടീമാകാം, ധ്യാനകേന്ദ്രമാകാം, നമ്മൾ എവിടെയായിരുന്നാലും സഹോദരങ്ങളെ, കഷ്ടപ്പാട് ദുരിതമുണ്ടല്ലോ. നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട ഒരു സൗകര്യത്തിലേക്ക് എന്നെ ഇവർക്കൊന്ന് കരുതിക്കൂടെ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ, എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സഹായം തരാനുള്ള സാധ്യതയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ മനസ്സിൽ വെക്കാത്തത്? വിഷമിക്കരുത്. എന്താണ് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നത്? ആ വചനം ഉറപ്പോടെ വായിച്ചേ. ഞാൻ ദാവീദായി പറയുന്നത്, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. ഇപ്പോൾ ഞാൻ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നു. ആരാണ് നീതിമാൻ? കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, കർത്താവിനെ ആശ്രയിക്കുന്നവരാണ്, അവിടുത്തെ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നവരാണ്. അവർ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ശ്രദ്ധിക്കണമേ, അവന്റെ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി പിച്ചതണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി, മനസ്സിലാവുന്നുണ്ടോ, ഭിക്ഷയാചിച്ച് ജീവിക്കുന്നത് ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പിന്നെ എന്തിനാ നമ്മൾ അസ്വസ്ഥരാകുന്നത്? നമ്മുടെ തലമുറയെ കരുതുവാൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. ബോധ്യമുള്ളവർ ശക്തിയോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ കരുതുവാൻ കർത്താവിന്റെ വിശ്വസ്തത അത്ര പവർഫുള്ളാണ്.
അവിടുത്തെ വിശ്വസ്തത നിമിത്തം നമ്മൾ ഇവിടം വരെ എത്തി. നമ്മുടെ മസിൽ പവർ കൊണ്ടോ ബ്രെയിൻ പവർ കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ ഡിഗ്രികൾ കൊണ്ടോ ലോക പരിജ്ഞാനം കൊണ്ടോ ആണോ സഹോദരങ്ങളെ? ഒന്നുമല്ല, കർത്താവിൻ്റെ വിശ്വസ്തത നിമിത്തമാണ്. അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകരുത്. നമ്മളെ സഹായിക്കാൻ കർത്താവുണ്ട്. നീ ഒന്ന് വിശ്വസിച്ച് ശരണപ്പെട്ടെ. ഇതൊരു പബ്ലിക് പ്രാരാബ്ധങ്ങൾ, ഒരു ഭാഗത്ത് വലിയ സാമ്പത്തികമായ പ്രാരാബ്ധങ്ങൾ, മറുഭാഗത്ത് 24 മണിക്കൂറും ഈ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുവാനുള്ള ആ സ്ട്രെസ്സും സ്ട്രെയിനും, മറ്റൊരു ഭാഗത്ത് പുറത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ, ഉപദ്രവങ്ങൾ, അത് വേറെ രീതി, മറുഭാഗത്ത് ഇതിന് വേണ്ട എക്യുപ്മെന്റ്സുകൾ, ഇതിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അറിവും പ്രാപ്തിയും കൃപയുമുള്ള സ്റ്റാഫുകൾ, മീഡിയ പേഴ്സൺസ് കിട്ടണം. ഇങ്ങനെ പല വിധത്തിലും, എൻ്റെ ദൈവമേ, നമുക്ക് മാനുഷികമായി പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പല ഞെരുക്കങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ കർത്താവ് തന്നൊരു പ്രോമിസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പോഴും ഞാൻ പല പ്രാവശ്യം അത് ഏറ്റുപറയാറുണ്ട്. കർത്താവ് തന്നൊരു പ്രോമിസ്, നിലവിളിയോട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയുടെ തിരുമുമ്പിൽ കണ്ണുനീരോടെ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വചനം ദൈവത്തിൻ്റെ റൂഹ ഒരു റേമയായി, ആലോചനയായി എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തന്നത്. ആ വചനം ഇതായിരുന്നു. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. ആ പ്രോമിസ് ഇന്നും ഷെക്കേന സ്റ്റുഡിയോയുടെ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ വചനം പ്രഘോഷിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രോമിസിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാ ഈ വചനങ്ങളെല്ലാം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വചന പ്രോമിസ്? എന്താണ്? കർത്താവ് ജോഷുവ പ്രവാചകനോട് പറയുന്ന പ്രോമിസാ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെയുണ്ടായിരിക്കും. എന്റെ മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ, അവിടുന്ന് നിന്നെ നിരാശപ്പെടുത്തുകയില്ല, നിന്നെ ഭഗ്നാശനാക്കുകയില്ല, പരിത്യജിക്കുകയോ, നിന്നെ അവിടുന്ന് അവഗണിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഞാനാണ് നിന്റെ മുൻപിൽ പോകുന്നത്, ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ആമേൻ, ആമേൻ, ആമേൻ. ഉറപ്പോടൊന്ന് പറഞ്ഞേ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. നമ്മുടെ ഈശോ വാക്കുമാറുകില്ല. വിശ്വസിക്കുന്നവർ സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വാക്കുമാറാത്തവനായ വിശ്വസ്തനായ നമ്മുടെ കർത്താവ് തിരുസഭ കണ്ടതിൽ ഏറ്റവും ശക്തനായൊരു മിഷണറി ആയിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പൗലോസിന്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള തിരുവചന ഭാഗമാണെങ്കിലും സ്വാധീനിച്ചിട്ടുള്ള വചനം നിങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ന്റെ 25-ാമത്തെ തിരുവചനമാണ്. അവിടെ എന്താ വചനം പറയുന്നത്? പൗലോസ് പറഞ്ഞു, വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് താൻ സഞ്ചരിക്കുന്ന ആ കപ്പൽ കടലിൽ ഏത് സമയത്തും മുങ്ങി താഴുമെന്നുള്ള ഒരവസ്ഥ, ജീവിക്കാമെന്നുള്ള പ്രതീക്ഷ പോലും അസ്തമിച്ചു പോയി. ഈ ഒരു സമയത്ത് എന്താണ് പൗലോസ്ലീഹ വിളിച്ചു പറയുന്നത്? അതിനാൽ ജനങ്ങളെ, തന്റെ കൂടെയുള്ളവരെ നോക്കി പൗലോസ്ലീഹ പറയും, അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. എന്നോട് പറഞ്ഞതെല്ലാം, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇത്രമാത്രം ഈ പ്രതികൂല സാഹചര്യത്തിൽ പോലും ഭയപ്പെടാതെ, സംഭ്രമിക്കാതെ, ധീരതയോടെ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ എന്തുകൊണ്ട് പൗലോസിലേക്ക് കഴിഞ്ഞത്? കർത്താവിന്റെ പ്രോമിസിലുള്ള വിശ്വാസമാണ്. കർത്താവിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസമായിരുന്നു. അപ്പോഴത്തെ സാഹചര്യം എന്താണെന്നറിയോ? 27-ാം അധ്യായം 20-ാമത്തെ വചനം വായിച്ച അപ്പോസ്തല പ്രവർത്തനങ്ങൾ. സാഹചര്യത്തിന്റെ ആ കടോര നമ്മൾ മനസ്സിലാക്കണം.
വളരെ ദിവസങ്ങളായി സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരുന്നതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ ഞങ്ങൾ കൈവിടിഞ്ഞു. രക്ഷപ്പെടാമെന്നുള്ള ആശ തന്നെ ഞങ്ങൾ കൈവിടിഞ്ഞു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുക. ഏതു സമയത്തും മരണം സംഭവിക്കാം. ഈ കപ്പൽ കടലിൽ മുങ്ങിത്താഴും. ഏത് സമയത്തും ഈ ദുരന്തം സംഭവിക്കാം. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്താണ് പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞത്? കാരണം കർത്താവിന്റെ പ്രോമിസ് പൗലോസിനുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രോമിസ്? 27-ാം അധ്യായം 24-ാമത്തെ വചനം. അപ്പോസ്തലപ്രവൃത്തി 27-24 നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി എല്ലാവരും ഉറക്കി ഉച്ചത്തിൽ വായിക്കണം. പൗലോസേ, നീ ഭയപ്പെടേണ്ട, സീസറിന്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നുവെന്ന് കർത്താവ് വാഗ്ദത്തം കൊടുത്തിരുന്നു. ഈ വാഗ്ദാനം ഉള്ളത് കൊണ്ട് പൗലോസിനറിയാം, ഈ കപ്പൽ മുങ്ങിപ്പോയാലും ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. എന്നെ വിളിച്ച, എന്നെ തെരഞ്ഞെടുത്ത എന്റെ കർത്താവ് റോമൻ സാമ്രാജ്യത്തിന് അധിപനായ സീസറിന്റെ മുൻപിൽ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ എന്നെ നിർത്തുമെന്ന് ഉറപ്പോടെ പൗലോസ്ലീഹ വിശ്വസിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രോമിസിലുള്ള വിശ്വാസം, കർത്താവിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം, ഈ വിശ്വാസമാണ് മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴും തന്റെ വിശ്വാസം ഉറപ്പോടെ പ്രഖ്യാപിക്കുവാൻ പൗലോസ്ലീഹയെ പ്രാപ്തമാക്കിയത്. എൻ്റെ സഹോദരങ്ങളെ, നിരാശപ്പെടരുത്. പലരും ഇതുപോലത്തെ ചില സാഹചര്യങ്ങളിലാണ്. പ്രത്യാശിക്കാൻ വകയില്ല. എല്ലാം തീർന്നു പോകുന്ന അവസ്ഥ, എല്ലാം കഴിയുന്നുവെന്ന് തോന്നുന്ന അവസ്ഥ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് ചതിക്കുന്നവനല്ല. കർത്താവ് നമ്മളെ കൈവിടുന്നവനല്ല. നമ്മൾ ഉപേക്ഷിക്കുന്നവനല്ല. നമ്മളെ നിരാശപ്പെടുത്തുന്നവനല്ല. ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വിശ്വസിക്കണം. നമ്മൾ കർത്താവിന്റെ പ്രോമിസ് എത്ര ശക്തമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞേ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ശക്തിയോടെ വിളിച്ച് ഹൃദയം തുറന്ന് വിളിച്ച് ഈ അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, ദുഃഖത്തിന്റെ, നിരാശയുടെ, വിഷാദത്തിന്റെ എല്ലാ കെട്ടുകളും പൊട്ടണം. അപ്രകാരമുള്ള പൈശാചിക പീഡകൾ വിട്ടൊഴിയണം. പൈശാചിക അരൂപികൾ വിട്ടൊഴിയണം. കർത്താവിന്റെ ജീവനുള്ള വാഗ്ദാനങ്ങളാൽ, കർത്താവിന്റെ ജീവനുള്ള വചനങ്ങളാൽ, കർത്താവിന്റെ റൂഹായുടെ വ്യാപനത്താൽ നാം എല്ലാം നിറയപ്പെടുവാൻ ഒരു മനസ്സോടെ ഒന്ന് ചേർന്ന് കരമുയർത്തി വിളിക്കുന്ന ഈശോയെ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള രാജാവേ, സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. മൈറ്റി, 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 മൈറ്റി പവർ, പവർ, പവർ. ആ കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, കൈകളൊന്ന് കോർത്തു പിടിച്ച്, എല്ലാവരും കൈകൾ പരസ്പരം ഒന്ന് കോർത്തു പിടിച്ച്, വാഗ്ദത്തം ചെയ്തവൻ ആ വരികൾ മാത്രം നമ്മൾ ഏറ്റുപാടുകയാണ്, ഉറപ്പോടെ പാടുകയാണ്. കരങ്ങൾ കോർത്തു പിടിച്ച് ഉണർവോടെ ചേർന്ന് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ആമേൻ, ആമേൻ. ഈശോ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. നമ്മുടെ ഈശോ വാക്കുമാറില്ല. അവൻ ചതിക്കുന്നവനല്ല, അവൻ വഞ്ചിക്കുന്നവനല്ല. വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തനായ ദൈവം. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. അവബോധത്തോടെ കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഈ വിശ്വാസയാത്ര ഞാൻ ഒറ്റയ്ക്കല്ല. കർത്താവിന്റെ കരം എനിക്ക് ബലമായി കർത്താവിന്റെ പ്രോമിസുകൾ എനിക്കുണ്ട്. ജീവനുള്ള വാഗ്ദാനങ്ങൾ, ജീവനുള്ള വചനങ്ങൾ. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനങ്ങളാണ്, ജീവിക്കുന്ന വചനങ്ങളാണ്, ജീവനുള്ള പ്രോമിസുകളാണ്. ഈശോയെ, ജീവിക്കുന്ന രാജാവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞാനെന്നും വഴി നടക്കും.
കർത്താവിന്റെ കരം പിടിച്ച് ഞാനിന്ന് വഴി നടക്കും. നമ്മൾ ഒന്നിച്ചൊരുമിച്ച് വിളിക്കുന്നു ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ, കെട്ടുപൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ, സംശയം മാറട്ടെ, നിരാശ മാറട്ടെ, വിഷാദം മാറട്ടെ, ദുഃഖ ദുരിതങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവിന്റെ ജീവനുള്ള വാഗ്ദാനങ്ങളാൽ ഞങ്ങളെല്ലാം നിറയപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി. ഹല്ലേലൂയ. സ്വരമുയർത്തി അഭിഷേകത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും ശാന്തമായിട്ടിരുന്ന് അല്പസമയം കൂടി ഇരുന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഷെക്കേന ന്യൂസിനെ കുറിച്ച് കർത്താവ് 2016 ആണ് പറഞ്ഞത്, എനിക്ക് വേണ്ടി ഒരു വാർത്താ ചാനൽ ആരംഭിക്കുക, എൻ്റെ സഭയ്ക്ക് ശബ്ദമായി തീരാൻ ഒരു ന്യൂസ് ചാനൽ തുടങ്ങുക. അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ നടക്കും? പലരും പറഞ്ഞു കോടികളുടെ മുതൽ മുടക്ക് വേണം, അത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ വേണം, നല്ല എഫിഷ്യൻറ്റ് സ്റ്റാഫുകൾ വേണം, റൺ ചെയ്തു പോകാൻ ഒത്തിരിയേറെ സാമ്പത്തികമായ ചെലവുകളുണ്ട്. ഇത് മാനുഷികമായി പറഞ്ഞാൽ എളുപ്പമല്ല, അസാധ്യമുള്ള കാര്യമാണ് സാധാരണക്കാരായ നമുക്ക്. ഇങ്ങനെ വിഷമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു പ്രോമിസ്, ഒരു വചനം തരികയായി. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഷെക്കേന ന്യൂസ് നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസവും ആശ്രയത്വവും മൂലമാണ്. അത് പരസ്യമായി ഏറ്റുപറയുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത നിമിത്തമാണ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നോ തകർന്ന് തരിപ്പണമായി നമ്മൾ പോകുമായിരുന്നു. 50-ാം സങ്കീർത്തനം 12-ാം വചനം തന്ന് കർത്താവ് ആ പ്രോമിസ് പറയാണ്. കർത്താവ് നൽകി. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, പക്ഷെ ആ വചനം ആത്മനിറവോടെ വായിച്ചപ്പോൾ പരിശുദ്ധ റൂഹ തന്നെ ആ വചനത്തിൻ്റെ പൊരുൾ മർമ്മം മനസ്സിലാക്കി തന്നു. എന്താ വചനം വെളിപ്പെടുത്തുന്നത്? എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ്. ഇതാണ് കർത്താവിൻ്റെ വചനം, ഇതാണ് കർത്താവിൻ്റെ പ്രോമിസ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞാൻ ശക്തനാണെന്ന് കർത്താവ് ഈ വചനത്തോട് ഉറപ്പിക്കുകയാണ്. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, എൻ്റെ ആവശ്യങ്ങൾ നടത്തുവാൻ എനിക്ക് സാധ്യമാണ്, എനിക്കതിന് കഴിയും. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയില്ല, ഞാൻ നിന്നോട് പറയുകയില്ല. ആ വിശപ്പ് മാറ്റുവാൻ, ആ വിശപ്പ് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ എനിക്ക് സാധിക്കും. ദിസ് ഈസ് മൈ മിഷൻ. ഇത് നമ്മുടെ ആരുടെയും മിഷനല്ല, ഇത് കർത്താവിൻ്റെ മിഷനാണ്. തൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന മാധ്യമ ശുശ്രൂഷയാണ് ഷെക്കേന ന്യൂസ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇതിന് വഴി നടത്തും, ഞാൻ ഇതിനെ പരിപാലിക്കും. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, പോരാട്ടങ്ങൾ, ആക്രമണങ്ങൾ, അപവാദങ്ങൾ, അപഖ്യാതികൾ എന്ത് തന്നെ ആഞ്ഞടിച്ചാലും ഞാൻ ഇതിനെ പരിപാലിക്കും. ദിസ് ഈസ് മൈ മിഷൻ. ഞാൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ്. എന്താണ് വചനം നമ്മോട് പറയുന്നത്? ഞാൻ സർവാധിപനും സർവശക്തനുമായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ അസ്വസ്ഥപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഭഗ്നാശരാവുകയോ വേദനിക്കുകയോ ആകുലപ്പെടുകയോ വേണ്ട. കർത്താവ് പ്രോമിസ് തന്ന് നമ്മളെ ബലപ്പെടുത്തുക, നമ്മളെ എൻകറേജ് ചെയ്യുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത്രയും കരുതുന്നവനാ നമ്മുടെ കർത്താവ്. കരമടിച്ച് ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാണ്.
അങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മെല്ലെ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഞെരുക്കമെന്ന് പറഞ്ഞാൽ അതിഭയാനകമായ ഞെരുക്കങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളുമാണ്. അതിന് നടുവിലൂടെ കർത്താവ് ഇങ്ങനെ കരം പിടിച്ച് ഓരോ ദിവസവും ദിനംതോറും ഇങ്ങനെ കൈപ്പിടിച്ച് നടത്തുക. അങ്ങനെ ഇതിന് ലോഞ്ചിങ്ങിൻ്റെ ഒക്കെ സമയമായി. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും വന്നു. ഒരു കാര്യം എനിക്ക് മാനുഷികമായി മനസ്സിലായി, ഇതിങ്ങനെയാണ് അധികം നാൾ മുന്നോട്ട് പോകത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, വലിയൊരു കടലിൽ കര കാണാതെ വട്ടം കറങ്ങുന്ന നട്ടം തിരിയുന്ന ഒരു വഞ്ചി പോലെ ഇതിങ്ങനെ ഈ സെക്കൻഡ് ന്യൂസ്, ഈ മാധ്യമ ശുശ്രൂഷ വട്ടം കറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. കോടികളുടെ ബാധ്യതകൾ വന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അപവാദങ്ങൾ, അപഖ്യാതികൾ വേറൊരു വിധത്തിൽ, നടത്തിക്കൊണ്ടുപോകാനുള്ള സ്ട്രെസ് മറ്റൊരു വിധത്തിൽ, സ്റ്റാഫുകളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ വേറൊരു വിധത്തിൽ. ഇങ്ങനെ ആരംഭ സ്റ്റേജ് വല്ലാത്ത പീഡകളുടെ കാലമായിരുന്നു. അപ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പലരും പറഞ്ഞു, നമുക്ക് പരസ്യങ്ങൾ വേണ്ട, എങ്കിൽ നല്ല പരസ്യങ്ങൾ സ്വീകരിച്ചൂടെ. ഇപ്പം സഭയുടെ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, നമ്മുടെ കോളേജുകൾ, പല സമർപ്പിത സമൂഹങ്ങളുടെ നല്ല നല്ല പരസ്യങ്ങൾ നമുക്ക് കിട്ടുന്നൊരു ചെറിയ വരുമാനമായ, അപ്പം അത്രയും ആശ്വാസമായല്ലോ. പലരും പലതും ഉപദേശിച്ചു. നമുക്ക് ബർത്ത്ഡേ വരുമ്പോൾ, അല്ലെങ്കിൽ വെഡ്ഡിങ് ഡേസ്, അല്ലെങ്കിൽ ഡെത്ത് ആനിവേഴ്സറി, ഇതൊക്കെ ചെറിയ പടക്കം വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ അതിന് ചെറിയ ഒരു ഫീസൊക്കെ ഈടാക്കി നമുക്ക് അങ്ങനെ ചെറിയൊരു വരുമാനം കിട്ടത്തില്ലേ. പലരും സ്നേഹത്തോട് ഉപദേശിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2020 കോവിഡ് അതിൻ്റെ തൊട്ട് മുൻപ് കണ്ണൂർ രൂപതയുടെ കൺവെൻഷൻ, അഭിയുന്ന അലക്സ് വടക്കുംതല പിതാവിൻ്റെ ക്ഷണമനുസരിച്ച് ആ രൂപതയിലോട്ട് പോയി. അങ്ങനെ കൺവെൻഷൻ 3-ാം ദിവസം, കൺവെൻഷൻ കഴിഞ്ഞ് രാത്രി മുറിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു 1 മണി സമയമായിട്ടുണ്ട്, ഒരു 1-1.5 മണി സമയമായിട്ടുണ്ട്. പെട്ടെന്ന് കർത്താവിൻ്റെ മഹത്വം മുറിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു അനുഭവം ഉണ്ടായി. ദൈവത്തിൻ്റെ റൂഹ് എൻ്റെ മേൽ വ്യാപരിക്കുന്ന പ്രകടമായൊരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ ആ നിലത്ത് മുട്ടുകുത്തി കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് എൻ്റെ കർത്താവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വ്യക്തമായി ഞാൻ ആ വചനം കേൾക്കുകയാണ്. അത് കർത്താവിൻ്റെ പ്രോമീസാണ്. നമ്മൾ വേദനിക്കുന്ന നിമിഷങ്ങളിൽ, തകരുന്ന നിമിഷങ്ങളിൽ, എവിടുന്ന് ആശ്വാസം കിട്ടുമെന്ന് ചിന്തിച്ച് അലയുന്ന നിമിഷങ്ങളിൽ കർത്താവ് മാറി നിൽക്കുകയില്ല. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. കർത്താവിൻ്റെ പ്രോമീസാ. ഹെബ്രായ പുസ്തകം 13:5 അവസാന ഭാഗത്ത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ദിവ്യ പരിശുദ്ധ കുർബാന സഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഒത്തിരി സന്തോഷമായി. പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത് വായിച്ചപ്പോൾ ഒത്തിരി ആനന്ദം അനുഭവപ്പെട്ടു. ഹെബ്രായ പുസ്തകം 13:5 എന്താ പറയുന്നത്? ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് കർത്താവ് വാഗ്ദാനം തന്നിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ആ വചനം ഇതാണ്: എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഹെബ്രായ പുസ്തകം 10:38 നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി ഉറക്കെ വായിച്ച്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എന്നിട്ട് കർത്താവ് പറയാണ്, അവൻ പിന്മാറുന്നെങ്കിൽ, എൻ്റെ വചനത്തിൽ നിന്ന്, എൻ്റെ പ്രോമീസിൽ നിന്ന് അവൻ പിന്മാറുന്നുവെങ്കിൽ, ഞാൻ കൊടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ, എൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഇതൊരു പ്രോമീസാ സഹോദരങ്ങളെ. എനിക്കൊരു കാര്യം മനസ്സിലായി. ഷെക്കേന ന്യൂസ് കർത്താവിൻ്റെ മുഖം കാണിക്കാനും കർത്താവിൻ്റെ സഭയുടെ ശബ്ദം പൊതുസമൂഹത്തിൽ കേൾപ്പിക്കുവാനുമായി കർത്താവ് തൻ്റെ സഭയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നൊരു മാധ്യമ ശുശ്രൂഷയാ. നല്ല പരസ്യം എന്ന് പറയുന്ന പരസ്യം പോലും വേണ്ട, ഒരു പരസ്യം വേണ്ട. വിശ്വാസം മൂലം ഈ മാധ്യമ ശുശ്രൂഷയെ കരം പിടിച്ച് നയിക്കുവാൻ കർത്താവിന് കഴിയുമെന്നങ്ങ് ആ ഒരു വിശ്വാസം ഉള്ളിൽ അങ്ങ് ജ്വലിക്കാൻ തുടങ്ങി. ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളുടെ ടീമിനോടൊക്കെ പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ഷെക്കേന ന്യൂസിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മാധ്യമ ശുശ്രൂഷയിൽ ഒരു പരസ്യങ്ങളും വേണ്ട, അല്ലാതെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിനെ കഴിയും. ശാലോം ടെലിവിഷനെ കൊണ്ടുപോകുന്നു, ഗുഡ്നെസ്സിനെ കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ഷെക്കേന ന്യൂസിനെയും
കൊണ്ടുപോകാൻ കർത്താവിന് കഴിയത്തില്ലേ? ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞെരുക്കുണ്ട് പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടുണ്ട്. ഓരോ മാസവും ഞാൻ പറഞ്ഞ 45-50 ലക്ഷം രൂപ വേണം ഇവിടെ ഇതൊന്ന് മുന്നോട്ട് പോകാൻ. ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ബാലരിഷ്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വചനം ലിറ്ററലി, ആക്ഷരികമായി കർത്താവ് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങിപ്പോകാൻ, തകർന്നു പോകാൻ, നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. കാരണം ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങളും ജോലിയും ബിസിനസ് എല്ലാം ഇതുപോലെ കർത്താവിൻ്റെ പദ്ധതികളെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, ചില സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. നമ്മളിങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുന്നത് പോലെയാ കർത്താവിൻ്റെ വിശ്വസ്തത. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലുണ്ടല്ലോ, നമുക്ക് ഒരിക്കലും പിന്മാറിപ്പോകാൻ പറ്റത്തില്ല, ഒരിക്കലും കർത്താവിനെ സങ്കടപ്പെടുത്താൻ പറ്റത്തില്ല, ഒരിക്കലും കർത്താവിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മളിത് തിരിച്ചറിയണം. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ പ്രത്യേകമായി ഒരു പ്രോമീസ് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രോമീസാണ്. ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി എന്നോട് പറഞ്ഞു, അനേകം മാതാപിതാക്കൾ കണ്ണുനീരിലും തീരാ ദുഃഖത്തിലും കഠിനമായ ആകുലതയിലും വിഷമത്തിലുമാണ് തങ്ങളുടെ മക്കളെക്കുറിച്ച്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന മക്കള്, ജീവിത വിശുദ്ധി ഇല്ലാതെ പോകുന്ന മക്കള്, സഭയിൽ നിന്നും പരിശുദ്ധ കുദാശകളിൽ നിന്ന് അകന്നു പോകുന്ന മക്കള്, പ്രാർത്ഥിക്കുവാനൊട്ടും താല്പര്യമില്ലാതെ വരുന്ന മക്കള്, പലപ്പോഴും ലൗകികമായി ജഡികമായി പ്രണയ കുരുക്കുകളിൽ, തെറ്റായ പ്രേമബന്ധങ്ങളിൽ, കഞ്ചാവ്, മയക്കമരുന്ന്, അതുപോലെ കള്ള്, മദ്യം, അടിപിടി, വഴക്ക്, ബഹളം, പലപ്പോഴും അലസത, കിടന്നിങ്ങനെ ഉറങ്ങുക, ഭക്ഷണം കഴിക്കും, പിന്നെ കിടന്ന് ഉറങ്ങുക, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ കളി മാത്രം. ഇങ്ങനെ അലസതയും മടിയും നിസ്സംഗതയും ഒക്കെ ഒരുപാട് തകർന്നിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെക്കുറിച്ച് കർത്താവ് തന്നിരിക്കുന്ന പ്രോമീസുകൾ നിങ്ങൾ ഇനി കാണിക്കാൻ പോവാണ്. അതിനുശേഷമാണ് നമ്മൾ ആരാധന ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മുടെ മക്കൾ വഴിയാധാരങ്ങളായി, നമ്മുടെ മക്കൾ നശിച്ചു പോകാൻ, അവർ ഈ ലോകത്തിൻ്റെ മലിനതയിൽപ്പെട്ട് അവർ ഇല്ലാതാകുവാൻ, അവർ പിശാചിന്റെ പിടിയിൽപ്പെട്ട് നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. പ്രത്യേകമായി ഇന്നത് പറയാൻ കാരണം ദൈവാത്മാവ് പറഞ്ഞു, ഇങ്ങനെ വേദനിക്കുന്ന തകർന്നിരിക്കുന്നവരെ എൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ ബലപ്പെടുത്തുക, എൻ്റെ വചനങ്ങളിലൂടെ അവരെ ശക്തീകരിക്കുക. ഞാൻ അവരെ ഒരു വിധത്തിൽ അവഗണിക്കുക, ഉപേക്ഷിക്കുകയില്ല. മാതാപിതാക്കളെ, പ്രിയ പേരൻസ്, മക്കളെയോർത്ത് കണ്ണീരൊഴുക്കുന്ന, വേദനിക്കുന്ന, ചങ്ക് പൊട്ടി കരയുന്ന, നിലവിളിക്കുന്നവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെ ആകുലപ്പെടുന്ന കുറേ പേര് അതായിരിക്കും. മക്കളെക്കുറിച്ചുള്ള ആദിയാണ് അവരുടെ ഭാവി എന്താകും, അവരുടെ പഠനം എന്താകും, അവരുടെ ജീവിതം എന്താകും, ഞങ്ങൾ മരിച്ചു പോയാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എന്താകും, ഇങ്ങനെയൊക്കെ അതിര് കടന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. കർത്താവിൻ്റെ പ്രോമീസിൽ വിശ്വസിക്കുക, പ്രോമീസിൽ വിശ്വസിക്കുക. ഒപ്പം ആ പ്രോമീസ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവിധ വിശുദ്ധിയോടെ, കൃപയോടെ നമ്മൾ ജീവിക്കുക. കർത്താവിൻ്റെ പ്രോമീസ് നിങ്ങൾ ശ്രദ്ധിക്കണം. 8000-ഓളം വാഗ്ദത്തങ്ങൾ, വിവിധങ്ങളായ വാഗ്ദത്തങ്ങൾ. മക്കളെക്കുറിച്ച് തന്നെ ഒത്തിരി വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം, അവിടെ 18-ാമത്തെ തിരുവചനമാണ്. യെശയ്യാ 8:18. എന്താ പറയുന്നത്? ഒന്ന് വായിച്ച വചനം. ഞാനും നിങ്ങളെ സ്ക്രീനിലോട്ട് നോക്കി, ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള
ഇസ്രായേലിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി. അപ്പൊ ശ്രദ്ധിക്കണമേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൽ നിന്നിരിക്കുന്ന കർത്താവിൻ്റെ അടയാളങ്ങൾ അത്ഭുതങ്ങളുമാണ്. അവർ പ്രാർത്ഥിക്കാത്തവരായിരിക്കാം, അവർ വചനം വായിക്കാത്തവരായിരിക്കാം, കുദാശകളിൽ പങ്കെടുക്കാത്തവരായിരിക്കാം, മടിയായിരിക്കാം, അനുസരണക്കേടുണ്ടാകാം, വിപരീത ബുദ്ധികളുണ്ടാകാം. എന്തു തന്നെയാകട്ടെ, ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അപ്പോൾ ഈ വചനം അങ്ങ് ക്ലെയിം ചെയ്യണം. ഓരോ മാതാവും പിതാവും വിശ്വാസത്തോടെ മക്കളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ പ്രോമിസ് അതങ്ങ് വിശ്വാസത്തോടെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അവരുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കാരണം കർത്താവിൻ്റെ അനുഗ്രഹം കഴിഞ്ഞ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. അപ്പോൾ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ തന്നെ നമ്മൾ തുടങ്ങണം. നമ്മുടെ മക്കളുടെ ശിരസിൽ കൈകൾ വെച്ച് എല്ലാ ദിവസവും ഈ 2-3 വചനങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ മുദ്ര വെച്ച്, കുരിശടയാളം വെച്ച് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുക. ആ മക്കൾ വചനം കൊണ്ട് നിറയും, പരിശുദ്ധാത്മ കൊണ്ട് നിറയും. അവരുടെ ജീവിതം ഇന്ന് എങ്ങനെ തന്നെയാണെങ്കിലും ആ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ സാധിക്കുന്ന ആ വചനങ്ങൾ എഴുതിയെടുക്കുക. അതൊരു മൊബൈലിൽ നിങ്ങൾ പെട്ടെന്നൊരു ഫോട്ടോ എടുക്കുക. അപ്പം അതെല്ലാം നിങ്ങൾക്ക് നന്നായിരിക്കും. ഏഷ്യ 8:18 രണ്ടാമത്തെ ഒരു പ്രോമിസ്. രണ്ടാമത്തെ പ്രോമിക്കുണ്ട് ഏഷ്യ 8:18. ഇത് മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദാന വചനങ്ങളാണ്. രണ്ടാമത്തെ ഒരു പ്രോമിസ് അപ്പോസ്തല പ്രവർത്തനം 2:17 ദ ബുക്ക് ഓഫ് ആക്ട്സ്. അപ്പോസ്തല പ്രവർത്തനം 2:17 എന്താ പറയുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പറഞ്ഞു, നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പൊ നമ്മുടെ മക്കൾ പ്രവചനാത്മാവിൽ നിറയപ്പെടും. നമ്മൾ ഈ പ്രോമിസ് നോക്കുമ്പോൾ അതിൻ്റെ നേരെ വിരുദ്ധമായിട്ടായിരിക്കും നമ്മുടെ മക്കൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക, ജീവിക്കുന്നുണ്ടാവുക. ഇതൊക്കെ എങ്ങനെ നടക്കും? എൻ്റെ മക്കൾ പ്രവചിക്കുന്നു, കർത്താവേ ഇതൊക്കെ നിറവേറുന്ന കാര്യമാണോ? നമുക്ക് തോന്നും. സംശയിക്കരുത്, അവിശ്വസിക്കരുത്. ജീവിക്കുന്ന കർത്താവാണ് ഈ പ്രോമിസ് തന്നിരിക്കുന്നത്. എന്താ വചനം പറയുന്നത്? ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മക്കളുടെ മേൽ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2:17 ക്ലെയിം ചെയ്ത് മാതാപിതാക്കളെ നമ്മൾ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് ഈ വചനം ക്ലെയിം ചെയ്ത് ഈ വചനത്തിന്റെ കൃപ അവരിലേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വചനങ്ങൾ പറയുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ 44:3 നിങ്ങൾ സ്ക്രീനോട്ട് നോക്കി വായിച്ചേ. യെശയ്യാ 44:3 വരണ്ട ഭൂമിയിൽ ജനവും ഉണങ്ങിയ നിലത്ത് അരുവികളെ ഞാൻ ഒഴുക്കും, നിന്റെ സന്തതികളുടെ മേൽ. ശ്രദ്ധിക്കണമേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ മക്കളുടെ മേൽ, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. ഈ പ്രോമിസ് നമുക്കുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കളെ നമ്മൾ എന്തിനാ വിഷമിക്കണേ? എന്തിനാ ആകുലപ്പെടണേ? നമ്മുടെ മക്കൾ എന്തൊക്കെ വഴി തെറ്റിപ്പോയാലും അവരെ കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ വിശ്വസ്തത പ്രവർത്തിക്കും. നമുക്ക് ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. പേരൻസിന് ഈ വിശുദ്ധിയും വിശ്വാസവും ഈ തീഷ്ണതയും ഉണ്ടാവണം. നിന്റെ സന്താനങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. നമുക്ക് സമയമുണ്ടെങ്കിൽ നാളെ ഇതിനെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ പറയാം. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഏഷ്യ 59:21 എന്താ വചനം പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ വചനം ഇത് അഭിഷേകത്തോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ റൂഹ സംസാരിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ തലമുറകൾക്കുള്ള പ്രോമിസായത്, തലമുറകൾക്കുള്ള വാഗ്ദാനം. നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. കരമടിച്ച് ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് സ്തുതിക്കുന്നു. ശക്തിയോടെ കൈയടിച്ച് സ്തുതിക്ക്. ഈ വചനത്തിന്റെ കൃപ മക്കളിൽ വ്യാപരിക്കും. അവരെ ബന്ധിച്ച് കെട്ടുപൊട്ടും. ഈ വചനം പാഞ്ഞു വന്ന് അവരെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക പീഡകളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കും, സ്വതന്ത്രമാക്കും.
വിശ്വസിക്കുക സഹോദരങ്ങൾ, വിശ്വസിക്കുക, വിശ്വസിക്കുക സഹോദരങ്ങളെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശയ്യ 53:13 എന്താ വചനം പറയുന്നത്? കർത്താവ് നിന്റെ പുത്രനെ കണ്ടോ, അവരുടെ പഠന മേഖലയെ ദൈവം അനുഗ്രഹിക്കും. പഠിക്കുന്ന പഠന വിഷയങ്ങൾ, അവരുടെ സബ്ജക്റ്റുകളുടെ മേൽ ദൈവം ജ്ഞാനം കൊടുക്കും. നിന്റെ മക്കളെ കർത്താവ് പഠിപ്പിക്കും. കർത്താവ് നമ്മുടെ മക്കളെ പഠിപ്പിക്കും. എന്ത് സംഭവിക്കും? അവർ ശ്രേയസ്സാർജിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം ക്ലെയിം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്തുമാത്രം അനുഭവങ്ങൾ പറയാനുണ്ടെന്ന് അറിയോ ഈ വചനത്തോട് ബന്ധപ്പെട്ട്? വീണ്ടും 128 സങ്കീർത്തനം 3-ാമത്തെ വചനം. മാതാപിതാക്കളെ, എന്താണ് കർത്താവ് മക്കളെ കുറിച്ച് തരുന്നത്? മറ്റൊരു പ്രോമീസ്. 128 സങ്കീർത്തനം 3-ാമത്തെ വചനം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. എന്താണ് ആ വചനത്തിന് അർത്ഥം? എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിന്റെ കറയും കളകവും ഏറ്റ് നമ്മുടെ മക്കൾ നശിച്ചു പോവില്ല. ജലപ്രളയത്തിന് ശേഷം നോഹ ആ പെട്ടകം തുറന്ന് പ്രാവിനെ വിട്ടപ്പോൾ അത് ഒലിവിന്റെ ഇലയാണ് കൊത്തിക്കൊണ്ട് വന്നത്. എന്താ കാര്യം? അത് വലിയൊരു പ്രവചന ദൂതുണ്ട് അതിൽ. ആ ജലപ്രളയത്തിൽ എല്ലാ വിഷലതാദികളും, എല്ലാ മരങ്ങളും, എല്ലാ വിഷലതാദികളും നശിച്ചു പോയപ്പോൾ ഒലിവ് മരം മാത്രം നശിച്ചു പോയില്ല. അതിൻ്റെ ഇല കൊത്തിപ്പറച്ചു കൊണ്ടുവന്നിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകം എന്തുമാത്രം നാശത്തിലും തിന്മയിലും ദുഷിപ്പിലും മുങ്ങി താന്നാലും നമ്മുടെ മക്കൾ അതിൽ പെട്ടുപോയി അതിൽ നശിച്ചു പോകാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. സ്വർഗം ഒരിക്കലും സമ്മതിക്കുകയില്ല. നമ്മുടെ ജീവിതമാകുന്ന മേശയ്ക്ക് ചുറ്റും കൃപയുള്ള അനുഗ്രഹമുള്ള ഒലിവ് തൈകളായി ആ മക്കൾ വളർന്നു വരുവാൻ കർത്താവ് നമ്മുടെ മക്കളോട് കരുണ കാണിക്കും. പ്രോമീസ് കണ്ടു, പ്രോമീസ് കണ്ട സഹോദരങ്ങളെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 112 സങ്കീർത്തനം 2-ാമത്തെ വചനവും നമുക്കതിൽ കാണാൻ പറ്റും. 112 സങ്കീർത്തനം 2-ാമത്തെ വചനം. വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്നവരുടെ തലമുറകൾ, അവരുടെ സന്തതികൾ ഭൂമിയിൽ പ്രബലരാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. ഇനി വരുന്ന വചനങ്ങൾ നിങ്ങൾ പെട്ടെന്നൊന്നും ശ്രദ്ധിച്ചാൽ മതി. എഴുതിയെടുക്കാൻ പറ്റുന്നത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ പിടിച്ചൊരു ഫോട്ടോ എടുക്കുക. നമുക്ക് ആരാധിക്കുവാനുള്ള സമയമായി. അതുകൊണ്ട് നിങ്ങൾ ആ സ്ക്രീനിൽ പെട്ടെന്ന് നോക്കുക. ആ വചനങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യുകയാണ്. നിങ്ങൾ വളരെ മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ്. ലൂക്ക 1:80, ഉൽപ്പത്തിയുടെ പുസ്തകം 39:23, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:11, സുഭാഷിതങ്ങൾ 29:17. ആ സ്ക്രീനിലോട്ട് നിങ്ങൾ എല്ലാവരും നോക്കി പെട്ടെന്ന് എഴുതിയെടുക്കണം. സങ്കീർത്തനങ്ങൾ 103:17, 2 തിമോത്തിയോസ് 3:15, ദാനിയേൽ 1:17, ദാനിയേൽ 1:20, 1 സാമുവേൽ 3:19. ഈ വചനത്തിൻ്റെ അഭിഷേകം, ഈ വചനത്തിൻ്റെ കൃപകൾ നമ്മുടെ മക്കളിൽ നിറവേറപ്പെടുവാൻ, ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ മക്കളിൽ ഫുൾഫിൽ ചെയ്യപ്പെടാൻ എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തോടെ വിശുദ്ധിയോടെ മാതാപിതാക്കൾ ഏറ്റുപറഞ്ഞ് അവർ അനുഗ്രഹിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ കൃപ വ്യാപരിക്കും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ്, വാക്കുമാറാത്തവനായ ദൈവം. ഈശോ തരുന്ന ഉറപ്പിൽ നമ്മൾ ഹൃദയമുറപ്പിക്കുക. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ നമുക്ക് ഈശോയുടെ കരം പിടിച്ച് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും മുട്ടുമടക്കി ആരാധന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹോശാന, ഹല്ലേലൂയ, ആമേൻ. ഹോശാന, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഹോശാന, ഹല്ലേലൂയ. Worship Lord. ഹോശാന, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലെ നമുക്ക് ആ കരങ്ങളെല്ലാം തുറന്നു പിടിക്കുക സഹോദരങ്ങളെ. കർത്താവിന്റെ മുൻപിലേക്ക് പരിശുദ്ധ കുർബാനയായി ഈശോ വന്നിരിക്കുകയാണ്. നമ്മൾ ഈശോയെ മാത്രം നോക്കുക, കർത്താവിന്റെ തിരുമുഖത്ത് മാത്രം കണ്ണുറപ്പിക്കുക. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്, മാറ്റമില്ലാത്തവനായ ഈശോ നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. ഈശോയെ, കർത്താവിന്റെ വിശ്വസ്തത നിമിത്തമാണ് നമ്മൾ ഇന്ന് ഈ നന്മകളെല്ലാം അനുഭവിക്കുന്നത്. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ നിരാശയും ദുഃഖവും സങ്കടങ്ങളെല്ലാം ദിവ്യകാണത്തിലേക്ക് സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ, ഒരുപാട് അലച്ചിലുകളും കണ്ണുനീരുകളും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും വേദനകളൊക്കെ നമുക്കുണ്ട്. എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, ഏത് സാഹചര്യത്തിലും ഏത് നേരത്തും ഈ വാഗ്ദത്തങ്ങൾ തന്നിൽ വിശ്വസിക്കുന്നവരിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് മതിയായവനാണെന്നുള്ള ബോധ്യത്തോടെ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോട് മനസ്സോട് ഒന്നിച്ച് വിളിക്കുന്ന ഈശോയെ, ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച്, ഹൃദയം തുറക്കത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച്, ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപ ഒഴുകുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപ വ്യാപരിക്കുന്നു. അഭിഷേകം ഒഴുകപ്പെടുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു. അഭിഷേകം ഒഴുകപ്പെടുന്നു. നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. കൃപൊഴുകട്ടെ, 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 കൃപൊഴുകട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച മാതാപിതാക്കളും മക്കളും ഒരു സമൂഹത്തിലുള്ളവരൊക്കെ ഒരുമിച്ച്, എൻ്റെ അമ്മമാരെ, എൻ്റെ സമർപ്പിതരെ, കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് സന്തോഷത്തോടെ വിശ്വസ്തനായ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ശരണപ്പെട്ടുകൊണ്ട് കരങ്ങൾ കോർത്ത് പിടിച്ച് നമ്മൾ ഒന്നിച്ച് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാണെന്ന് നമ്മൾ ഉറപ്പോടെ ഏറ്റുപറയുകയാണ്, ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു മനസ്സോടെ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ പാടി സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഈശോയേ, ആമേൻ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ ഈശോയെ നോക്കിക്കൊണ്ട് പറഞ്ഞേ, വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഉറപ്പോടെ വിശ്വസിക്കുന്നു. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. എന്റെ യേശു മാറുകില്ല. നമ്മുടെ ഈശോ, നമ്മുടെ കർത്താവ്, അവൻ വാക്കുമാറുകില്ല. കരമുയർത്തി ഒന്നിച്ച് ഒരുമിച്ച് വിളിക്കുന്ന ഈശോയെ, വിശ്വാസത്തോടെ വിളിക്കുന്ന ഈശോ, ദിവ്യ കാരുണ്യത്തിന്റെ കൃപകൾ ഒഴുകട്ടെ. പൈശാചിക പീഡകള്, സാത്താൻ അരൂപികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, മക്കളെ വഴിതെറ്റിക്കുന്ന, ദാമ്പത്യ ബന്ധങ്ങളെ തകർക്കുന്ന, സമർപ്പിത സമൂഹങ്ങളെ മന്നോഷതയിലേക്ക് നയിക്കുന്ന പൈശാചിക പീഡകൾ, പൈശാചിക രൂപികൾ, ദിവ്യ കാരുണ്യത്തിന് അനന്ത ശക്തിയ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. അഭിഷേകം ഒഴുകട്ടെ. നന്ദി. ജീവനുള്ള വാഗ്ദാനങ്ങൾ, ജീവനുള്ള വചനങ്ങൾ ഓരോ ഭവനത്തിലും, ഓരോ സമൂഹത്തിലും, ഓരോ വ്യക്തിയിലും നിറയട്ടെ, വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ, കെട്ടുപാടുകൾ, തിന്മയുടെ ആധിപത്യങ്ങൾ അഴിഞ്ഞു മാറി പോകട്ടെ. ഈശോ,
യേശു രക്തത്താൽ, യേശു നാമത്തിൽ, യേശു രക്തത്താൽ, യേശു നാമത്തിൽ, യേശു രക്തത്താൽ, യേശു നാമത്തിൽ. യേശു രക്തത്താൽ. സാധിക്കുന്ന മാതാപിതാക്കളും മക്കൾ നിങ്ങൾ അരികിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആരാധന ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ അവർ ഉറങ്ങി വിശ്രമിക്കുകയാണെങ്കിൽ പോലും അവരെ ബെഡിൻ്റെ അരികിലേക്ക് ചെന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് മുദ്രവെച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് വലിയ ശക്തിയുണ്ട്. മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്തി അരികിലേക്ക് നിർത്തി, ഇതാ ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു, ജീവനുള്ള കർത്താവ് ഇവിടെയുണ്ട്. അവിടെ ശിരസിൽ നിങ്ങൾ കൈകൾ വെച്ച്, മാതാപിതാക്കൾ അനുഗ്രഹം വലിയ പവറാണ്. കൈകൾ വെച്ച്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങൾ എൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. ഞാൻ നിന്റെ സന്താനങ്ങളുടെ മേലെ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിന്റെ മക്കളുടെ മേലെ എൻ്റെ അനുഗ്രഹം ഞാൻ ചൊരിയും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഞാൻ നിങ്ങളെ മക്കളെ പഠിപ്പിക്കും, ശ്രേയസാർജിക്കും. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ വാഗ്ദത്തങ്ങളൊക്കെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആ കരങ്ങൾ വെച്ച് നിങ്ങൾ കണ്ണുനീരോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രിയ മാതാവേ, പിതാവേ, നിന്റെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. നിന്റെ വിശ്വാസത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. കരങ്ങൾ വെച്ച് എല്ലാവരും ഒരുമിച്ച് ഈശോ നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് വിളിച്ച്, ബഹുമാനപ്പെട്ട സമർപ്പിതരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച്. നിങ്ങളൊക്കെ ആത്മീയ മാതൃത്വമുള്ളവരാ, ആത്മീയ മാതൃത്വമുള്ളവരാ. സഭയുടെ മക്കള് നിങ്ങളുടെ മക്കളാണ്. നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, വൈദികരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. നിങ്ങൾ ആത്മീയ പിതൃത്വമുള്ളവരാണ്. സഭയുടെ മക്കൾ നിങ്ങളുടെ മക്കളാണ്. ബഹുമാനപ്പെട്ട വൈദികരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അനുഗ്രഹം വർഷിക്കണമേ, അഭിഷേകം പകരണമേ, സാന്നിധ്യം പകരണമേ. ഈശോയെ, 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 നന്ദി പറഞ്ഞ് അനുഗ്രഹിക്കുന്നു, 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 അനുഗ്രഹിക്കുന്നു. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ കർത്താവിന്റെ വാഗ്ദാനം ഏറ്റെടുക്കാം. ഈശോ തരുന്ന വിമോചനവും അനുഗ്രഹവും കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും സമൂഹങ്ങളിലേക്കും വ്യക്തിജീവിതത്തിലേക്കും ഏറ്റുവാങ്ങുവാനൊക്കെയായി പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുമടക്കി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം ഭയഭക്തി ആദരവോടെ കരങ്ങൾ കോപ്പി ഈശോ നൽകുന്ന ആശീർവാദം, കർത്താവിന്റെ ജീവനുള്ള വാഗ്ദത്തങ്ങൾ നമ്മിലെല്ലാം നിറയപ്പെടുവാൻ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, നന്ദി കർത്താവേ. ഈ പുതുവർഷത്തിൽ ഞങ്ങൾ ആശീർവദിക്കുന്ന നല്ല കർത്താവേ നന്ദി. ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന കർത്താവേ നന്ദി. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ നന്ദി. വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ഞങ്ങളെ കർത്താവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ശിരസ് പൂർണ്ണമായും നമിച്ച് ഭയഭക്തി ആദരവോടെ ദിവ്യകാരുണ്യീശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തപസ്സിൻ്റെ ഈ അവസാന കാലഘട്ടത്തിൽ ദാനിയേലിനെ പോലെ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നതിന് 12 ദിനങ്ങൾ നാം മാറ്റിവെക്കുകയാണ്. ഷെക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ഈ ആത്മീയമായ വിരുന്നിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ മ്ലേച്ഛതകളുണ്ട്. സഭയിൽ തന്നെ നിലനിൽക്കുന്ന അനൈക്യത്തിൻ്റെ പാപങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പേറുന്ന പാപത്തിൻ്റെ ഭാരമുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരമനുഷ്ഠിക്കുന്നതിനുള്ള ഒരവസരമായി ഈ അവസരം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ട് വെളിപ്പെടുത്തി തന്നിട്ടുള്ള പാപത്തിൻ്റെ മ്ലേച്ഛകരമായ അവസ്ഥകളിലേക്ക് തിരിയാൻ, അവയ്ക്ക് പ്രായശ്ചിത്തമനുഷ്ഠിച്ച് പരിഹാരം ചെയ്യാൻ ഈ 12 ദിനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. മാർച്ച് മാസം 25 മുതൽ ഏപ്രിൽ മാസം 5 വരെയുള്ള ഈ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ ദിനങ്ങൾ, ദി ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ, കേരള സഭയുടെ വിശുദ്ധീകരണത്തിന്, നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ച് അണിചേർന്ന് ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. ഡേയ്സ് ഓഫ് റിപ്പറേഷൻ, ഇത് വിലാപത്തിന്റെ നാളുകൾ. തത്സമയ ശുശ്രൂഷ മാർച്ച് 25 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിനങ്ങളിൽ രാത്രി 9 മുതൽ 10:30 വരെ. ദൃശ്യമാധ്യമ രംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച വാർത്താ ചാനൽ. പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെക്കീന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെക്കീന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439. ഇമെയിൽ shekina@gmail.com. Support Shekina.
മാധ്യമരംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച വാർത്താ ചാനൽ. പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെക്കേന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെക്കേന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439. ഇമെയിൽ shekena@gmail.com. സപ്പോർട്ട് ഷെക്കേന.
രംഗത്തെ ചരിത്രം തിരുത്തി കുറിച്ച വാർത്താ ചാനൽ. പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെക്കേന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെക്കേന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439. ഇമെയിൽ shekena@gmail.com. Support Shekena.